स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं बलं शुगमुगात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ സ്കന്ധം, ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒന്നാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നതാണ്. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള നിർവചനം നൽകുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യതോ അന്യയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ ആദികവയെ മുഹ്യന്തിയത് സൂരയ തേജോവാരി യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ആ പരമ സത്യമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാവിധ നമസ്കാരങ്ങളും. അദ്ദേഹം എല്ലാറ്റിൻ്റെയും ഉറവിടമാണ്. സൃഷ്ടിയുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ എല്ലാം ഉറവിടമാണ്. അദ്ദേഹം എല്ലാം അറിയുന്ന വ്യക്തിയാണ്. ഈ സൃഷ്ടിയുടെ എല്ലാ കോണുകളെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം സ്വതന്ത്രനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിച്ച് വലിയ മഹർഷീശ്വരന്മാർ പോലും മോഹിക്കപ്പെടുന്നു. അദ്ദേഹം സദാസമയം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ധാമത്തിലാണ്. അദ്ദേഹം പരമമായിട്ടുള്ള സത്യമാണ് എന്നുള്ള കാര്യം ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ. ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിലും ശ്രീമദ് ഭാഗവതത്തിന്റെ രുചിതത്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മ പ്രോജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേ ഈശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാൻ. ശ്രീമദ് ഭാഗവതം മഹാമുനിയായിട്ടുള്ള വ്യാസദേവൻ രചിച്ചിട്ടുള്ളതാണ്. അതിൽ എല്ലാവിധ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ധർമ്മത്തിനെ കുറിച്ചും പറയുന്നില്ല. ഇത് പരമമായിട്ടുള്ള സത്യത്തിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആർക്കാണ് മനസ്സിലാകുന്നത്? ശ്രീമദ് ഭാഗവതം ആർക്ക് വേണ്ടിയിട്ടാണ് രചിച്ചിട്ടുള്ളത്, ആർക്കാണ് അത് മനസ്സിലാകുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, ശ്രീമദ് ഭാഗവതം ആർക്കാണ് മനസ്സിലാകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഭക്തന്മാർക്ക്. കേൾക്കുന്നില്ല.
കൃഷ്ണ. ഭക്തന്മാർക്ക് പ്രഭുജി ഹരേ കൃഷ്ണ. കേൾക്കണ്ടോ? ഹരേ കൃഷ്ണ. യെസ്, നിർമ്മത്സരാണാം സദാം അല്ലെ, ഭഗവാന്റെ ഭക്തന്മാർക്കാണ് ശ്രീമദ് ഭാഗവതം മനസ്സിലാകുന്നത്. അതും എങ്ങനെയുള്ള ഭക്തന്മാർക്ക്? നിർമ്മത്സരാണാം, അസൂയയില്ലാത്ത, ഭഗവാനോടും മറ്റു ജീവജാലങ്ങളോടും അസൂയയില്ലാത്ത നിർമ്മത്സരന്മാരായിട്ടുള്ള ഭക്തന്മാർക്കാണ് ശ്രീമദ് ഭാഗവതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർമ്മത്സരാണാം സദാം വേദ്യം, അവർക്കാണ് മനസ്സിലാകുന്നത്. താപത്രയോന്മൂലനം, ശ്രീമദ് ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ, ശ്രീമദ് ഭാഗവതം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ താപത്രയം, ഭൗതിക ലോകത്തിലെ ദുരിതങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താപത്രയോന്മൂലനം കിംവാ പരൈരീശ്വര, അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള മറ്റു ശാസ്ത്രമൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. പിന്നീട് ശ്രീമദ് ഭാഗവതത്തിന്റെ രുചി തത്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതം ശുഗദേവ് ബ്രഹ്മർഷിയുടെ മുഖത്തു നിന്ന് വന്നതായതുകൊണ്ട് അതിന്റെ രുചി കൂടുതലാണ്, അതിന്റെ മാധുര്യം കൂടുതലാണ്. അത് നമ്മൾക്ക് കുടിക്കാൻ പാകത്തിൽ ശുഗദേവ് ബ്രഹ്മർഷി ദ്രാവക രൂപത്തിലാക്കി തന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിബത ഭാഗവതം, ശ്രീമദ് ഭാഗവതം നമ്മൾ കുടിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. പിന്നീട് അതിനുശേഷമുള്ള ശ്ലോകങ്ങൾ ശൗനകാദി മഹർഷിമാർ സൂതഗോസ്വാമിയോട് ചോദിക്കുന്ന 6 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം മുഴുവനായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ 6 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ഒരു വ്യക്തിയുടെ ഉന്നതമായ ശ്രേയസ് എന്താണ്? യെസ്. കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകതകൾ. അല്പായുസായതുകൊണ്ട് എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്? രണ്ടാമത്തെ ചോദ്യം. ഓക്കെ. പിന്നെ ഭഗവാൻ കൃഷ്ണന് ദേവകി വസുദേവർക്ക് അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്തായിരുന്നു? 4, ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങളിൽ ചെയ്ത സാഹസിക കൃത്യങ്ങൾ എന്തെല്ലാമായിരുന്നു? 5, ഭഗവാന്റെ മംഗളകരമായ ലീലകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ്? 6, ഭഗവാൻ തിരിച്ചു പോയപ്പോൾ ധർമ്മം ആരെയാണ് ഏൽപ്പിച്ചത്? ആരാണ് ധർമ്മം അത് പരിപാലിച്ചത്? ഹരേ കൃഷ്ണ. കറക്റ്റാണ് മാതാജി പറഞ്ഞത്. ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം മുഴുവൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ 2ാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നൽകുന്നത്. 2ാമത്തെ അധ്യായം നമ്മൾക്ക് ഇപ്പൊ നോക്കാം. യെസ്. 2ാമത്തെ അധ്യായത്തിന്റെ പേര് ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ളത് ദിവ്യത്വവും ദിവ്യ സേവനവും എന്നാണ്. ഈ അധ്യായത്തിൽ 34 ശ്ലോകങ്ങളാണുള്ളത്. 2ാമത്തെ അധ്യായത്തിൽ ഈ അധ്യായം ആരംഭിക്കുന്നത് വ്യാസദേവൻ പറയുന്നതായിട്ടാണ്. വ്യാസ ഉവാച എന്നാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഇതി സംപ്രശ്ന സംപൃഷ്ടോ വിപ്രാണാം രോമഹർഷണ പ്രതിപൂജവജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. ശൗനകാദി മഹർഷിമാരുടെ ഈ ചോദ്യങ്ങൾ 6 ചോദ്യങ്ങൾ ശ്രവിച്ച ശേഷം രോമഹർഷണ സൂതൻ മറുപടി പറയാൻ ആരംഭിച്ചു എന്ന് വ്യാസദേവൻ പറയുകയാണ്. ഇവിടെ സൂതഗോസ്വാമിയെ രൗമഹർഷണൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂതഗോസ്വാമി രോമഹർഷണ ഋഷിയുടെ പുത്രനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് രൗമഹർഷണൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഉഗ്രശ്രവൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. സൂതഗോസ്വാമിയുടെ യഥാർത്ഥത്തിലുള്ള
പേര്. അദ്ദേഹം രോമഹർഷണ മഹർഷിയുടെ പുത്രനാണ്. അങ്ങനെ ആ രോമഹർഷ മഹർഷിയുടെ പുത്രനായിട്ടുള്ള സൂത ഗോസ്വാമി ശൗനകാദി മഹർഷിമാർക്ക് മറുപടി പറയാൻ ആരംഭിച്ചു എന്നാണ് വ്യാസദേവൻ പറയുന്നത്. എന്താണ് ആദ്യത്തെ ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ സൂത ഗോസ്വാമി പറയുന്നത്? അദ്ദേഹം തന്റെ ഗുരുവായിട്ടുള്ള തന്റെ ഗുരുവായിട്ടുള്ള ശുഗദേവ് ബ്രഹ്മർഷിയെ സ്തുതിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ശുഗദേവ് ബ്രഹ്മർഷിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ശ്ലോകത്തിൽ യം പ്രവ്രജന്തം അനുഭേദം അഭേദകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തൻ മയതയാ തരവോ അഭിനേതു തം സർവഭൂത ഹൃദയം മുനിമാനതോസ്മി. ശുഗദേവ് ബ്രഹ്മർഷിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ശുഗദേവ് ബ്രഹ്മർഷി ജനിച്ച ഉടനെ തന്നെ, വ്യാസദേവന്റെ പുത്രനായിട്ട് ജനിച്ച ഉടനെ തന്നെ യാതൊരു ഉപനയന പ്രക്രിയയ്ക്കും നിൽക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. കാട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അതിൽ വ്യാസദേവൻ വളരെ ദുഃഖിതനായി ദ്വൈപായനോ വിരഹകാതര ആജുഹാമ എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം ഭൗതികമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ടാണ് ജനിച്ച ഉടനെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള, ജനിച്ചപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് വിരക്തിയുള്ള ആ ശുഗദേവ് ബ്രഹ്മർഷിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് സൂത ഗോസ്വാമി പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട്. തം സർവഭൂത ഹൃദയം മുനിമാദനോസ്മി. അദ്ദേഹം എല്ലാവരുടെയും ഹൃദയം അറിയുന്ന വ്യക്തിയാണ്. പരമാത്മാവിനെ പോലെ തന്നെ എല്ലാവരുടെയും ഹൃദയം മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ശുഗദേവ് ബ്രഹ്മർഷി എന്ന് പറയും. അങ്ങനെയുള്ള ശുഗദേവ് ബ്രഹ്മർഷിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് സൂത ഗോസ്വാമി ആദ്യമായിട്ട് പറയുന്നത്. ആ സൂത ഗോസ്വാമിയാണ് നമ്മൾക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ സൂത ഗോസ്വാമിയും ആദ്യമായിട്ട് ശ്രീമദ് ഭാഗവതം ശ്രവിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ശുഗദേവ് ബ്രഹ്മർഷിയിൽ നിന്നാണ്. ശുഗദേവ് ബ്രഹ്മർഷി നേരത്തെ പരീക്ഷിത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗംഗാ നദീ തീരത്തുള്ള സഭയിൽ, ശ്രീമദ് ഭാഗവത സഭയിൽ സൂത ഗോസ്വാമിയും സന്നിഹിതനായിരുന്നു. അവിടെ നിന്നാണ്, ശുഗദേവ് ബ്രഹ്മർഷിയിൽ നിന്നാണ് സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നത്. അതുകൊണ്ട് സൂത ഗോസ്വാമിയുടെ ഗുരുവാണ് യഥാർത്ഥത്തിൽ ശുഗദേവ് ബ്രഹ്മർഷി. അതുകൊണ്ട് ശുഗദേവ് ബ്രഹ്മർഷിയെയാണ് ആദ്യമായിട്ട് സൂത ഗോസ്വാമി സ്തുതിക്കുന്നത്. അദ്ദേഹം എന്താണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യസ്വാനുഭവം അഖില ശ്രുതിസാരമേക. അദ്ദേഹം സാക്ഷാത്കരിച്ചിട്ടുള്ള എല്ലാ ശ്രുതിയുടെയും സാരമാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പൊ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അഖില ശ്രുതിസാരം ആണ് എന്ന് പറയും. എല്ലാ ശ്രുതിയുടെയും, എല്ലാ വേദങ്ങളുടെയും സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞിരിക്കും. അപ്പം നമ്മൾ എല്ലാ വേദങ്ങളും പഠിക്കുന്നതിന്റെ തുല്യഫലമാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം മാത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നത്. അത് നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ശുഗദേവ് ബ്രഹ്മർഷിയാണ് എന്ന് പറയുന്നു. ആ ശ്രീമദ് ഭാഗവതം നമ്മളെ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കടത്തുന്നതാണ് എന്ന് പറയുന്നു. തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. ആ ശ്രീമദ് ഭാഗവതം നൽകിയിട്ടുള്ള വ്യാസസുതനായിട്ടുള്ള, വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ഗുരും മുനീനാം, എല്ലാ മുനിമാരുടെയും ഗുരുവായിട്ടുള്ള ശുഗദേവ് ബ്രഹ്മർഷി സാധാരണ ഒരു ഗുരുവല്ല. അദ്ദേഹം എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. അദ്ദേഹം എല്ലാ മുനിമാരുടെയും ഗുരുവാണ്. അങ്ങനെ എല്ലാ മുനിമാരുടെയും ഗുരുവായിട്ടുള്ള ശ്രീല ശുഗദേവ് ബ്രഹ്മർഷിക്ക് എല്ലാവിധ നമസ്കാരവും അല്ലെങ്കിൽ പ്രണാമങ്ങളും എന്നാണ് സൂത ഗോസ്വാമി ആദ്യം തന്നെ പറയുന്നത്. ആദ്യം ഗുരുവിനെ പ്രണമിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ശുഗദേവ് ബ്രഹ്മർഷിയാണ് ആദ്യം അദ്ദേഹം പ്രണമിച്ചിട്ടുള്ളത്. പിന്നീട് നാലാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഭഗവാനെയും സ്മരിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഇവരിലൂടെ എല്ലാം ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള വ്യാസദേവന്റെയും അതേപോലെ സരസ്വതി ദേവിയുടെയും എല്ലാം കാരുണ്യം കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൂത ഗോസ്വാമി ഭഗവാനെ സ്മരിക്കുന്നു. നാരായണം നമസ്കൃത്യം, ഭഗവാൻ നാരായണനെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ പ്രണമിക്കുന്നു. നരം ചൈവ നരോത്തമം,
നരനാരായണ ഋഷിമാരെയും പ്രണമിക്കുന്നു. നരം ചെയ്വ നരോത്തമം. നരനെയും നരോത്തമനെയും എന്ന് പറയുന്നു. നരനാരായണ ഋഷിമാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിവർത്തനത്തിൽ ശ്രീല പ്രഭാതർ കൊടുത്തിട്ടുണ്ട്. ദേവിയും സരസ്വതിയും വ്യാസം, വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെയും നമസ്കരിക്കുന്നു. കാരണം ഇതാണ് യഥാർത്ഥ വിദ്യ, അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അധ്യാത്മ വിദ്യാ വിദ്യാന. ഭഗവാനെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ. മറ്റുള്ളതൊക്കെ എന്താണ്? അവിദ്യയാണ് എന്ന് പറയും. ആ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെ നമസ്കരിക്കുന്നു. അപ്പൊ നമ്മൾ വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ആ ഭഗവാനെ കുറിച്ചുള്ള സത്യം നമ്മളെ അറിയാൻ സഹായിക്കുന്ന വിദ്യാദേവതയാണ് സരസ്വതി ദേവി. ആ സരസ്വതി ദേവിയെയും പ്രണമിക്കുന്നു സൂതഗോസ്വാമി. വ്യാസം തതോ ജയമുദീരേ, പിന്നീട് വ്യാസദേവനെയും പ്രണമിക്കുന്നു. കാരണം എന്താണ്? വ്യാസദേവനാണ് നമ്മൾക്ക് വേണ്ടി ഈ ശ്രീമദ് ഭാഗവതം എഴുതി വെച്ചിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതം ലിഖിത രൂപത്തിൽ, എഴുതപ്പെട്ട രൂപത്തിൽ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ശ്രീല വ്യാസദേവനാണ്. ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള വ്യാസദേവനാണ്. അതുകൊണ്ട് വ്യാസദേവനെയും സൂതഗോസ്വാമി പ്രണമിക്കുന്നു. അതിനുശേഷം 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, സൂതഗോസ്വാമിക്ക് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യത്തിൽ വളരെയധികം സംതൃപ്തിയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ശൗനകാദി മഹർഷിമാർ ചോദിച്ചിട്ടുള്ളത് സാധാരണ ചോദ്യങ്ങളല്ല, അല്ലെ? സാധാരണ നമ്മൾ രണ്ട് വ്യക്തികൾ കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് ചോദിക്കുക? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ? എന്നുള്ള കാര്യമൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ ശൗനകാദി മഹർഷിമാർ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സർവ്വലോകത്തിനും മംഗളകരമായിട്ടുള്ള കാര്യം എന്താണ്? ഒരു വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്തമായിട്ടുള്ള ലീലകൾ, മംഗളകരമായിട്ടുള്ള ലീലകൾ, വീരകൃത്യങ്ങൾ എന്തെല്ലാമാണ്? ഭഗവാൻ വസുദേവനും ദേവകിക്കും അവതരിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഭഗവാൻ തിരിച്ചുപോയപ്പോൾ ധർമ്മവും ജ്ഞാനവും ആരെയാണ് ആശ്രയിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ശൗനകാദി മഹർഷിമാർ സൂതഗോസ്വാമിയോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യം വളരെ ഉത്തമമാണ്, അത് സാധുവാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അത് വർത്താണ്, അത് വളരെ മൂല്യമുള്ളതാണ് എന്നാണ് സൂതഗോസ്വാമി ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മുനയ സാധുപൃഷ്ടോഹം, മുനികൾ, അല്ലയോ മുനിമാരെ, മുനയ സാധു, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ചോദ്യം സാധുവാണ്. പൃഷ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ, എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. പൃഷ്ടോഹം, എന്നോട് ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണ്? സാധുവാണ്, വളരെ സാധുവാണ്, അത് വളരെ വർത്താണ്, വളരെ മൂല്യമുള്ളതാണ് എന്നാണ് പറയുന്നത്, അല്ലെ? ഏറ്റവും മൂല്യമുള്ളതിനാണ് സാധു എന്ന് പറയുന്നത്. മറ്റത് അസാധുവാണ്, മൂല്യമില്ലാത്തത്, അസാധുവായി പോയി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് അസാധുവായി പോയി, അത് യൂസ്ലെസ് ആയിപ്പോയി, അത് ഉപയോഗമില്ലാതെ പോയി എന്ന് പറയുന്നു. അപ്പം ഇവരുടെ മുനിമാരുടെ ചോദ്യങ്ങൾ, ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾ ഏറ്റവും സാധുവാണ്, അത് ഏറ്റവും മൂല്യമുള്ളതാണ് എന്ന് പറയും. കാരണം എന്താണ്? ഭവദ്ഭിർ ലോകമംഗളം, ഇത് ലോകത്തിന് മുഴുവൻ മംഗളകരമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്, സാധാരണ ചോദ്യമല്ല നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഭവദ്ഭിർ ലോകമംഗളം, ലോകത്തിന് മുഴുവൻ മംഗളകരമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യത്കൃത കൃഷ്ണ സംപ്രശ്നോ, ഭഗവാനെ സംബന്ധിച്ച ചോദ്യങ്ങളാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെ ആരും ചോദിക്കാത്തതാണ്. പക്ഷെ ശൗനകാദി മഹർഷിമാർ നേരിട്ടത് ചോദിച്ചു. ഭഗവാൻ വാസുദേവനെ കുറിച്ചാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അത് അതിന്റെ ഉത്തരം ലോകത്തിന് മുഴുവൻ മംഗളകരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം സാധുവാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിന്റെ ഗുണം എന്താണ്? ഏനാത്മാ സുപ്രസീദതി, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആത്മാവിൽ യഥാർത്ഥ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മൾക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കുകയുള്ളൂ, യഥാർത്ഥ സംതൃപ്തി ലഭിക്കുകയുള്ളൂ, യഥാർത്ഥ ആനന്ദത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആരെക്കുറിച്ച് അറിയുമ്പോഴാണ്? ഭഗവാനെ കുറിച്ച് അറിയുമ്പോഴാണ്, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം ഏറ്റവും സാധുവാണ്, ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യം
സൂതഗോസ്വാമി പറഞ്ഞു. അപ്പൊ സൂതഗോസ്വാമിക്ക് ഈ മഹർഷിമാരിലും വലിയ സംതൃപ്തി ഉണ്ടായി. മഹർഷിമാരുടെ ചോദ്യത്തിലും അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചതിലും അവരിങ്ങനെയുള്ള ചോദ്യം ചോദിച്ചതിലും അദ്ദേഹത്തിന് വലിയ സംതൃപ്തി ഉണ്ടായി, സന്തോഷം ഉണ്ടായി എന്ന് പറയും. ഇനി അദ്ദേഹത്തിന്റെ ശൗനകാദി മഹർഷിമാരുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം എന്താണ് എന്നാണ് ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഒരു വ്യക്തിയുടെ ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം, ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം അതെന്താണ്? യഥോ ഭക്തിർ അധോക്ഷജേ. ഭക്തിർ അധോക്ഷജേ. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് അധോക്ഷജൻ എന്ന് വിളിക്കുന്നത്. അല്ലെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് അധോക്ഷജൻ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത്. ആ അധോക്ഷജന് ചെയ്യുന്ന സേവനം, ഭഗവാന് ചെയ്യുന്ന സേവനത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലെ, ഭക്തിയുടെ നിർവചനം അതാണ്. ഋഷികേശ സേവനം ഭക്തിർ ഉച്യതേ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയാണ് ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം എന്നിവിടെ സൂതഗോസ്വാമി പ്രസ്താവിക്കുകയാണ്. ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശൗനകാദി മഹർഷിമാർ. അതിനുള്ള ഉത്തരമാണ് സൂതഗോസ്വാമി പറയുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം എന്താണ്? ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് പരമമായിട്ടുള്ള ധർമ്മം. അഹൈതുകി അപ്രതിഹത. അതെങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു? അഹൈതുകി അപ്രതിഹത. അത് യാതൊരു കാരണവുമില്ലാതെ, യാതൊരു ഭൗതികമായിട്ടുള്ള ആഗ്രഹവും ഇല്ലാതെ, മറ്റൊരു നേട്ടത്തിനായി അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണം. മറ്റൊരു ഭൗതികമായിട്ടുള്ള നേട്ടത്തിനല്ലാതെ നമ്മൾ ഭക്തി ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തി നമ്മൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകുമെന്നാണ് പറയുന്നത്. യയാത്മാ സുപ്രസീദതി. അങ്ങനെ ചെയ്യുന്ന ഭക്തിയാണ് ഒരു ആത്മാവിനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്നത്, തൃപ്തനാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. അപ്പൊ ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് ചെയ്യുന്ന ഭക്തിയുത സേവനമാണ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കർമ്മം എന്ന് സൂതഗോസ്വാമി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനി അങ്ങനെയുള്ള ഭക്തിയുടെ പ്രയോജനം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ, 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ഭഗവാൻ വാസുദേവനിലുള്ള ഭക്തി, ആരിലാണ് ഭക്തി ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാസുദേവേ ഭഗവതി. അല്ലെ, ഭഗവാൻ വാസുദേവൻ ആരാണെന്ന് നമുക്കറിയാം. വസുദേവർക്ക് പുത്രനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. ഭഗവാൻ വാസുദേവനിലുള്ള ഭക്തി എന്ത് പ്രയോജനമാണ് നമ്മൾക്ക് നൽകുന്നത്? എന്താണ് നമ്മൾക്ക് നൽകുന്നത്? ജനയതി ആശുവൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ഭഗവാനിൽ ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ എല്ലാവിധ ജ്ഞാനവും ഉണ്ടാകും. നമ്മളിൽ ഭൗതിക ലോകത്തിനോടുള്ള വിരക്തിയും ഉണ്ടാകും. ഇതാണ് ഭക്തിയുടെ നേട്ടങ്ങൾ. ഭക്തി ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് അതിന്റെ കൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്താണ്? ജ്ഞാനവും വൈരാഗ്യവും ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്തിയുടെ കൂടെ ഉണ്ടാകും. അത് വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായിട്ട് പരിശീലിക്കേണ്ട ആവശ്യമില്ല. ഭക്തി ചെയ്യുന്നവർ ജ്ഞാനത്തിന് വേണ്ടി വീണ്ടും വേദഗ്രന്ഥങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? എല്ലാ വേദങ്ങളിലും പറയുന്നത് ഭഗവാന് ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിഷക്സേന കഥാസുയാം നോത്പാദയേ യതി രതിം ശ്രമ ഏവ ഹി കേവലം. നമ്മൾ ധർമ്മം എന്നുള്ള പേരിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെ, ഇതെന്റെ ധർമ്മമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നു. പക്ഷേ അതൊന്നും ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ലെങ്കിൽ,
ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം ആ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊക്കെ എന്താണ്? ശ്രമയേവ ഹി കേവലം എന്നാണ് സൂത ഗോസ്വാമി പറയുന്നത്. അതെല്ലാം ശ്രമമാണ്. ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴായിട്ടുള്ള പരിശ്രമം, വേസ്റ്റ് ആയിട്ടുള്ള, അതൊരു സമയം പാഴാക്കലാണ്, ശൂന്യമായിട്ടുള്ള പരിശ്രമമാണ്, സമയം പാഴാക്കലാണ് എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് നമ്മൾ അവസാനം അന്വേഷിക്കുന്നില്ലെങ്കിൽ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ധാർമ്മിക കർമ്മങ്ങളും, ധർമ്മത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താണ്? ശ്രമ ഏവഹി കേവലം എന്നാണ് സൂത ഗോസ്വാമി പറയുന്നത്. അതൊക്കെ വെറും സമയം പാഴാക്കലാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യും അല്ലെ, വിളക്ക് ഇങ്ങനെ കത്തിക്കണം, വിളക്കിന്റെ തിരി ഇങ്ങോട്ടിടണം എന്നൊക്കെ പറയും. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മൾക്ക് അതുകൊണ്ടൊന്നും താല്പര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ വിളക്ക് നമ്മൾ എങ്ങോട്ട് തിരി കത്തിച്ചു വെച്ചിട്ടും കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രമ ഏവഹി കേവലം എന്നാണ് പറയുന്നത്. നമ്മളെ സാധാരണഗതിയിൽ ശ്രദ്ധ അങ്ങനെയൊക്കെയാണ് പോവുക. നമ്മുടെ ശ്രദ്ധ അങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകും. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മൾക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പം അതൊക്കെ പാഴ്ശ്രമമാണ് എന്നാണ് സൂത ഗോസ്വാമി പറയുന്നത്. ഇനി എല്ലാവിധ വർണ്ണാശ്രമ വ്യവസ്ഥയുടെയും ലക്ഷ്യം എന്താണ് എന്ന് സൂത ഗോസ്വാമി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 13ാമത്തെ ശ്ലോകത്തില് അധപുംഭിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. അല്ലെ, വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഒരുപാട് ധാർമ്മിക കർമ്മങ്ങൾ നമ്മൾക്ക് അനുഷ്ഠിക്കാനുണ്ട്. വർണ്ണാശ്രമം എന്ന് പറയുമ്പോൾ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. 4 വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങൾ. 4 ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചാരി, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറഞ്ഞിട്ടുള്ള 4 ആശ്രമങ്ങൾ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അധപുംഭിർ ദ്വിജശ്രേഷ്ഠ. 13ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. എല്ലാ ധാർമ്മിക കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധപുംഭിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. ഇതെല്ലാം ഭഗവാൻ ഹരിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അപ്പൊ നമ്മൾ അനുഷ്ഠിക്കുന്ന നിയമങ്ങളും ക്രമങ്ങളും തപസ്യകളും വ്രതങ്ങളും ഒന്നും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നവയല്ലെങ്കിൽ അതൊക്കെ എന്താണ്? അതൊക്കെ സമയം പാഴാക്കലായി പോകും. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒക്കെ ഉദ്ദേശം എന്താണ്? അത് ഭഗവാൻ ശ്രീകൃഷ്ണനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. സംസിദ്ധിർ ഹരിതോഷണം. ഭഗവാന് തൃപ്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി പെർഫെക്റ്റ് ആയി, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. ഭഗവാന് തൃപ്തി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എല്ലാ കർമ്മങ്ങളുടെയും സാരം എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ കർമ്മത്തിന്റെയും സാരം എന്ന് സൂത ഗോസ്വാമി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. എന്താണ് നിർദ്ദേശം? തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യതാം. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തി അവസാന കാലത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. എന്താണ് ഉത്തരം? തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏകേന മനസാ, ഏകാഗ്രമായിട്ടുള്ള മനസ്സുകൊണ്ട്, ഫോക്കസ്ഡ് ആയിട്ടുള്ള മനസ്സുകൊണ്ട്, മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതി. സാത്വതാൻ പതി എന്ന് പറയുന്നത്, സാത്വതാം എന്ന് പറയുന്നത് ഭക്തന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭക്തന്മാരെ സത്തുക്കൾ അല്ലെങ്കിൽ സാത്വതാം എന്നും വിളിക്കാറുണ്ട്. ആ ഭക്തന്മാരുടെയൊക്കെ പതി ആരാണ്? ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ശ്രോതവ്യ, നമ്മൾ ആദ്യം കേൾക്കണം. അങ്ങനെയാണ് ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയും. അപ്പൊ നേരത്തെ ഭക്തി ചെയ്യാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്, അതിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, അതിനുള്ള പടികളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂത ഗോസ്വാമി. ശ്രോതവ്യ, നമ്മൾ ആദ്യം ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത്. എവിടെ നിന്ന് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാം? ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയുമാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത്, അല്ലേ? അല്ലാതെ
അപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചിട്ടല്ല നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയേണ്ടത്. നാട്ടിൽ ആരൊക്കെയാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്, അതൊന്നും കേട്ടിട്ടല്ല നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത ഭാഗവതത്തിലൂടെയാണ്, ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയുമാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത്. ശ്രോതവ്യ, അതാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ആ നേട്ടം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്കും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും കൂടി വേണം. ആദ്യം നമ്മൾ കേൾക്കണം, പിന്നീട് നമ്മൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ശ്രോതവ്യ കീർത്തിതവ്യശ്ച, അല്ലെ? ശ്രവണം കീർത്തനം വിഷ്ണു എന്നാണ് പറയുക. ആദ്യം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം, പിന്നീട് നമ്മൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് കീർത്തനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് കീർത്തനം എന്ന് പറയുന്നത്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജശ്ച നിത്യത. ധ്യേയ എന്ന് പറയുന്നത് സ്മരണം. ശ്രവണം, കീർത്തനം, സ്മരണം. ഭഗവാനെ കുറിച്ച് നമ്മൾ സ്മരിക്കണം. നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. അതിനാണ് ധ്യേയം അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 പ്രക്രിയയാണ് ഇവിടെ സൂത ഗോസ്വാമി വളരെ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയ ഭക്തിയുത സേവനം എന്താണ്? ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിക്കുക. ഇതാണ് എല്ലാ വേദങ്ങളും എല്ലാ ആചാര്യന്മാരും റെക്കമെൻഡ് ചെയ്യുന്ന ഭക്തിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അംഗങ്ങൾ. ശ്രീ ചൈതന്യ മഹാപ്രഭു ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ശ്രവണത്തിനും കീർത്തനത്തിനുമാണ്. കലിയുഗത്തിൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഭക്തിയുത സേവനം ശ്രവണവും കീർത്തനവുമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ലെങ്കിൽ പോലും ശ്രവണവും കീർത്തനവും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ഭഗവാനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ ഭക്തന്മാരിലൂടെ കേൾക്കുക, അതേപോലെ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക. അതിനുള്ള എല്ലാ അവസരവും നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ശ്രീല പ്രഭുപാദരുടെ അനുഗ്രഹം കൊണ്ട്, അല്ലെ? ശ്രീല പ്രഭുപാദർ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ശ്രീല പ്രഭുപാദരാണ് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ഇത്രയും വിശദമായിട്ട് ഓരോ ശ്ലോകവും അതിന്റെ ഓരോ വാക്കിന്റെ അർത്ഥം അതിന്റെ വിശദീകരണമൊക്കെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വലിയ തപസ്യ കൊണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള അവസരമുണ്ട്, ശ്രവണം കീർത്തനം ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെ? മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമുണ്ട്, ഭഗവാനെ കുറിച്ച് സ്മരിക്കാനുള്ള അവസരമുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് സൂത ഗോസ്വാമി ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. തസ്മാത് ഏകേന മനസാ ഭഗവാൻ സത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. എപ്പോഴൊക്കെയാണ് കീർത്തിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് സ്മരിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ ഭഗവാനെ പൂജിക്കേണ്ടത് എന്ന് പറയുന്നു. എപ്പോഴൊക്കെയാണ്? നിത്യത, എല്ലായ്പ്പോഴും ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാനെ കുറിച്ച് എപ്പോഴൊക്കെ കേൾക്കാം, എപ്പോഴൊക്കെ ഭാഗവതം കേൾക്കാം. 24 മണിക്കൂറിൽ എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ കേൾക്കാം. എപ്പോഴൊക്കെ ഭാഗവതം വായിക്കാം, എല്ലാ സമയവും വായിക്കാം. എപ്പോഴൊക്കെ ഭഗവാന്റെ നാമം ജപിക്കാം, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാം. സതതം കീർത്തയന്തോ മാം, ഭഗവത്ഗീതയിൽ പറയുന്നു, സതതം കീർത്തയന്തോ മാം. ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? കീർത്തനീയ സദാഹരി, എപ്പോഴും ഭഗവാനെ കുറിച്ച് കീർത്തിക്കാം. അതേ മെത്തേഡാണ് ഇവിടെ ഭാഗവതത്തിൽ സൂത ഗോസ്വാമി നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ നിർത്താം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ബാക്കി നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം ഈ ചാപ്റ്റർ. യെസ്, ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, സാരപ്പണ. ഹരേ കൃഷ്ണ. അതുവരെ ഞാൻ വിചാരിച്ചത് എന്താണ്, പരീക്ഷിത്ത് മഹാരാജാവാണ്